UGC നെറ്റ് എക്സാമിൻ്റെ മലയാളം ചോദ്യോത്തരങ്ങളാണ്. 25 ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. ദോഷ ബഹിഷ്കരിക്കുകയും അധകൃതരോടൊപ്പം മിശ്രഭോജനം നടത്തുകയും സ്വന്തം മക്കളെ അന്യജാതിക്കാർക്ക് വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്ത മഹതി ആരാണ്? ആര്യപ്പള്ളമാണ്. ഘോഷ ബഹിഷ്കരിക്കുകയും അധകൃതരോടൊപ്പം മിശ്രഭോജനം നടത്തുകയും സ്വന്തം മക്കളെ അന്യജാതിക്കാർക്ക് വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്ത മഹതി. അടുത്തതും ഒരു ചേരുംപടി ചേർക്കാനുള്ളതാണ്. തൊട, കാഞ്ചി, മടലേറൽ, വടക്കിരിക്കൽ, ചിലമ്പുകണി നോമ്പ്. അപ്പോൾ ഇതെല്ലാം സംഘകാലത്തുണ്ടായിരുന്ന ചില ആചാരങ്ങളാണ്. തൊട, കാഞ്ചി എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ മുറിവേറ്റ പടയാളിക്ക് പ്രേതബാധ ഉണ്ടാകാതിരിക്കുവാനുള്ള ഭാര്യയുടെ കാവലാണ്. മടലേറൽ എന്ന് പറഞ്ഞാൽ കാമുകൻ്റെ മരണം വരെയുള്ള നിരാഹാര വ്രതമാണ്. വടക്കിരിക്കൽ മുതുകിൽ മുറിവേറ്റ രാജാവിൻ്റെ നിരാഹാരം അനുഷ്ഠിച്ചുള്ള മരണമാണ് വടക്കിരിക്കൽ. ചിലമ്പ് കഴി നോമ്പ് വരൻ കൊണ്ടുവരുന്ന ചിലമ്പ് വധു അണിയുന്ന ചടങ്ങാണ്. അടുത്തത് വ്യത്യസ്തമായത് ഏതാണെന്നാണ്. ഇതിൽ വ്യത്യസ്തമായത് കുട്ടൻകുളങ്ങര സമരമാണ്. ബാക്കിയെല്ലാം രാഷ്ട്രീയ സമരങ്ങളാണ്. അടുത്തത് ചേരുംപടി ചേർക്കാനുള്ളതാണ്. ശങ്കരനാരായണീയം, അഷ്ടാംഗ ഹൃദയം, മനുഷ്യാലയ ചന്ദ്രിക, ലീലാവതി. ശങ്കരനാരായണീയത്തിൽ പ്രതിപാദിക്കുന്നത് ജ്യോതിശാസ്ത്രമാണ്. അഷ്ടാംഗ ഹൃദയത്തിൽ പ്രതിപാദിക്കുന്നത് ആയുർവേദമാണ്. മനുഷ്യാലയ ചന്ദ്രികയിൽ പ്രതിപാദിക്കുന്നത് വാസ്തുവിദ്യയാണ്. ലീലാവതിയിൽ ഗണിതമാണ് പ്രതിപാദിക്കുന്നത്. വില്ലുവണ്ടി സമരത്തിൻ്റെ നേതാവ് ആരാണ്? അയ്യങ്കാളി അല്ലേ? അയ്യങ്കാളിയാണ് വില്ലുവണ്ടി സമരത്തിൻ്റെ നേതാവ്. ഇതിൽ വ്യത്യസ്തമായത് ഏതാണ്? തീയാട്ട്, പടയണി, മുടിയേറ്റ്, കൂടിയാട്ടം. ഇതിൽ കൂടിയാട്ടമാണ് വ്യത്യസ്തമായത്. കാരണം കൂടിയാട്ടം ഒരു ക്ലാസിക് കലയാണ്. ബാക്കിയെല്ലാം നാടോടി കലകളാണ് അല്ലേ? അടുത്തത് ലന്ത, പറങ്കി, പരന്ത്രീസ്, ബിലാത്തി. ഇത് നമ്മൾ മലയാളികൾ മറ്റ് ഭാഷകളെ പറഞ്ഞിരുന്ന വാക്കുകളാണ്. ലന്ത എന്ന് പറയുന്നത് ആരെയാണ്? ഡച്ചുകാരെയാണ് പറയുന്നത്. പറങ്കി എന്ന് പറയുന്നത് പോർട്ടുഗീസുകാരെയാണ്. പരന്ത്രീസ് ഫ്രഞ്ചുകാരെയാണ്. ബിലാത്തി ഇംഗ്ലീഷുകാരെയാണ് പറയുന്നത്. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവ കാലക്രമം അനുസരിച്ച് എഴുതാനാണ്. ചാന്നാർ ലഹള, മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ, ഗുരുവായൂർ സത്യാഗ്രഹം. അപ്പോൾ ഇതാണ് ആ ഒരു ക്രമം. അതായത് ആദ്യം ചാന്നാർ ലഹള 1859, മലയാളി മെമ്മോറിയൽ 1891, ഈഴവ മെമ്മോറിയൽ 1896, ഗുരുവായൂർ സത്യാഗ്രഹം 1931. നമുക്കറിയാമല്ലോ മലയാളി മെമ്മോറിയൽ കഴിഞ്ഞിട്ടാണ് ഈഴവ മെമ്മോറിയൽ നടന്നിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഉത്തരം എഴുതാൻ ശ്രമിച്ചാൽ മതി. അപ്പം ചാന്നാർ ലഹള ആദ്യം കഴിഞ്ഞു, പിന്നെ മലയാളി മെമ്മോറിയൽ ഉണ്ടായി, അതിനുശേഷമാണ് ഈഴവ മെമ്മോറിയൽ ഉണ്ടായത്, അതിനുശേഷമാണ് ഗുരുവായൂർ സത്യാഗ്രഹം ഉണ്ടായത്. ഓക്കെ, അടുത്തത് ഓടുന്ന വണ്ടിയിൽ ചാടിക്കയറരുത്. ഇതിൽ പേരച്ചം ഏതാണ്? ഓടുന്ന വണ്ടിയിൽ കയറരുത്. അപ്പോൾ പേരച്ചം എന്താണ്? ഓടുന്ന എന്നുള്ളതാണ് പേരച്ചം അല്ലേ? ഓടുന്ന വണ്ടിയുടെ പേരച്ചമാണ് ഓടുന്ന. അപ്പോൾ ഓടുന്നയാണ് ഇതിലെ പേരച്ചം. ശരിയായ ക്രമത്തിൽ എഴുതിയത് ഏത് എന്നുള്ളതാണ് ചോദ്യം. ശരിയായ ക്രമത്തിൽ എഴുതിയത് ഓക്കെ, ഇതെല്ലാം മലയാള ഭാഷയുടെ വ്യാകരണങ്ങളാണ്. ആദ്യം എഴുതപ്പെട്ടത് ഏതാണ്? മലയാള ഭാഷാ വ്യാകരണം ഹെർമൻ ഗുണ്ടർട്ടിൻ്റെ. പിന്നെ മലയാളമയുടെ വ്യാകരണം ജോർജ് മാത്തൻ, കേരള പാണിനീയം, പിന്നെ വ്യാകരണമിത്രം. അതാണ് അതിൻ്റെ ക്രമം. മലയാള ഭാഷാ വ്യാകരണം, മലയാളമയുടെ വ്യാകരണം, കേരള പാണിനീയം, വ്യാകരണമിത്രം. അടുത്ത ചോദ്യം, വിനാമക്രിയ എന്നാൽ എന്താണ്? വിനാമക്രിയ എന്നാൽ സ്ഥാനം താഴലാണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ മുൻവിനയച്ചം ഏതാണ്? മുൻവിനയച്ചം ഏതാണ്? ചാടിക്കേറി. ആദ്യം ചാടിയിട്ടാണ് പിന്നെ കയറിയത്. അപ്പോൾ അതാണ് മുൻവിനയച്ചം. അനുനാസികാദി പ്രസരം ഏത് സന്ധിയാണ്? അനുനാസികാദി പ്രസരം ആദേശസന്ധിയാണ്. ആദേശം ചെയ്യുകയാണല്ലോ. വേറൊരു വർണ്ണത്തിനോട് അനുനാസിക വർണ്ണം ആദേശം ചെയ്യപ്പെടുമ്പോഴാണ് അനുനാസികാദി പ്രസരം നടക്കുന്നത്. അടുത്തത് കുട്ടികൾക്ക് അത്ര പുസ്തകങ്ങൾ കൊടുക്കരുത്. ഇതിൽ അത്ര ഏത് വിഭാഗത്തിൽപ്പെടും? തദ്ധിതം എന്ന വിഭാഗത്തിലാണ് അത്ര പെടുന്നത്. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ബദ്ധരൂപിമം ഏത്? ഏതാണ്? ഉഡെ എന്നുള്ളതാണ് ബദ്ധരൂപിമം.
നോം ചോംസ്കിയെ പരിചയപ്പെടുത്തി മലയാളത്തിലുണ്ടായ പുസ്തകത്തിൻ്റെ രചയിതാവ് ആര്? ടി.ബി. വേണുഗോപാല പണിക്കരാണ് നോം ചോംസ്കിയെ പരിചയപ്പെടുത്തി മലയാളത്തിലുണ്ടായ പുസ്തകത്തിൻ്റെ രചയിതാവ്. അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഘർഷി ഏത്? ഷായാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഘർഷി. പിറന്നാൾ എന്നിടത്ത് പ്രവർത്തിച്ച നിയമം ഏത്? സമാക്ഷര ലോപമാണ് പിറന്നാൾ എന്നിടത്ത് പ്രവർത്തിച്ച നിയമം. പിറന്ന നാൾ അക്ഷരങ്ങളാണ്, അത് ലോപിച്ച് പിറന്നാളായി മാറി. ഒരു ഇന്ത്യൻ സർവകലാശാലയിൽ നിന്ന് മലയാള പഠനത്തിൽ ആദ്യമായി PhD ബിരുദം നേടിയ 2 പേർ ആരൊക്കെയാണ്? ഒരു ഇന്ത്യൻ സർവകലാശാലയിൽ നിന്ന് മലയാള പഠനത്തിൽ ആദ്യമായി PhD ബിരുദം നേടിയ 2 പേർ KM ജോർജും SK നായരുമാണ്. അടുത്തത് ആദിപ്രരൂപ വിമർശനത്തിന് തുടക്കമിട്ടത് ഡോക്ടർ M ലീലാവതി. ചേരുംപടി ചേർക്കാനുള്ളതാണ്. വിജ്ഞാനം സാഹിത്യ ചരിത്രം പ്രസ്ഥാനങ്ങളിലൂടെ, പുരാണിക് എൻസൈക്ലോപീഡിയ, കഥകളി വിജ്ഞാനകോശം. വിജ്ഞാനം മാത്യു M കുഴുവേലിയുടേതാണ്. സാഹിത്യ ചരിത്രം പ്രസ്ഥാനങ്ങളിലൂടെ KM ജോർജിൻ്റേതാണ്. പുരാണിക് എൻസൈക്ലോപീഡിയ വെട്ടം മാണിയുടേതാണ്. കഥകളി വിജ്ഞാനകോശം ഐമനം കൃഷ്ണ കൈമളുടേതാണ്. മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണം വർത്തമാന പുസ്തകമാണെന്ന അഭിപ്രായം അടുത്ത കാലത്ത് പോൾ മണലിൽ ചോദ്യം ചെയ്തു. ഏത് കൃതിക്കാണ് അദ്ദേഹം പ്രഥമ സ്ഥാനം കൽപ്പിക്കുന്നത്? ഏത് കൃതിക്കാണ്? ഊർഷേം യാത്രാ വിവരണത്തിനാണ് അദ്ദേഹം പ്രഥമ സ്ഥാനം കൽപ്പിക്കുന്നത്. നിലാവുള്ള രാത്രി, നീല വിശാലമായ ആകാശം, വെളിച്ചത്തിൻ്റെ മഞ്ഞപ്പൊട്ടുകൾ പോലെ 100,000 നക്ഷത്രങ്ങൾ ജ്വലിക്കുന്ന തൂവെള്ളപ്പൊടിയായി പരിപൂർണ വൃത്തത്തിൽ ചന്ദ്രൻ. ഇങ്ങനെ തുടങ്ങുന്ന പ്രസിദ്ധമായ തിരക്കഥ ഏതാണ്? ഭാർഗവീ നിലയം അല്ലേ? അടുത്തത് അവാർഡ് എന്ന പ്രക്രിയയെ വിമർശിച്ചു കൊണ്ടെഴുതിയ സ്വർണ്ണ മത്സ്യങ്ങൾ എന്ന ലേഖനം ഉൾപ്പെട്ട കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നൽകി ആദരിക്കുകയുണ്ടായി. കൃതി ഏതാണ്? ചിതയിലെ വെളിച്ചമാണ് കൃതി. MN വിജയനാണ് അത് എഴുതിയിരിക്കുന്നത് കേട്ടോ. കാര്യം, ഇബ്സനെ പറ്റി നമ്മുടെ നാടകകൃത്തുക്കൾക്കുണ്ടായിരുന്ന അറിവ് ഭാഗികവും പരിമിതവുമായിരുന്നു എന്ന് G. ശങ്കരപ്പിള്ള പറയുന്നുണ്ട്. അതിന് കാരണങ്ങളായി പറയുന്നത്, നമ്മുടെ നാടകകൃത്തുക്കൾ ഇബ്സന്റെ രൂപമാതൃകയുടെ ജഡമാതൃകകളെ മാത്രമാണ് ആലിംഗനം ചെയ്തത്. ആർച്ചറുടെ വിവർത്തനങ്ങൾ ഇബ്സനെ പറ്റി നൽകിയ തെറ്റായ ധാരണകൾ അവരെ സ്വാധീനിച്ചു. ഭാരതത്തിലെ മറ്റു പ്രാദേശിക ഭാഷകളിൽ ഉണ്ടായ ഇബ്സൻ വിവർത്തനങ്ങളുടെ അമിത സ്വാധീനം. ഇതിലേതാണ് ശരി എന്നുള്ളതാണ് ഇതിൻ്റെ ഉത്തരം. കാരണം 2 മാത്രമാണ് ശരി എന്നുള്ളതാണ്. ആർച്ചറുടെ വിവർത്തനങ്ങൾ ഇബ്സനെ പറ്റി നൽകിയ തെറ്റായ ധാരണകൾ അവരെ സ്വാധീനിച്ചു. അതുകൊണ്ടാണ് ഇബ്സനെ പറ്റി നമ്മുടെ നാടകകൃത്തുക്കൾക്കുണ്ടായിരുന്ന അറിവ് ഭാഗികവും പരിമിതവുമായിരുന്നു എന്ന് G. ശങ്കരപ്പിള്ള പറയുന്നത്.